എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF വിഭാഗങ്ങളുടെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഒരു 30 മാർക്ക്, അതായത് ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു 30 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ജസ്റ്റ് ഒരു 20 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചില വിദ്യാർത്ഥികൾക്ക് 1-2 മാർക്കിൻ്റെ കുറവ് ഉണ്ടാകും. ചില വിദ്യാർത്ഥികൾക്ക് ഒരു 10 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. അതായത് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ്. നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാൽ കുറഞ്ഞ മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെയ് 12-ാം തീയതി വരെയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. മെയ് 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. റീവാലുവേഷന് 500 രൂപ, സ്ക്രൂട്ടിനിക്ക് 100 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ എന്നിങ്ങനെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫോം, അതായത് ഈ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള സെപ്പറേറ്റ് അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ആയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF വിഭാഗം ആയിരുന്നാലും വിദ്യാർത്ഥികൾ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ മെയ് 12-ാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ എന്താണെന്ന് പറയാം. നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി, അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്യുന്നതിനെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് പുനർമൂല്യനിർണ്ണയം. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിനാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. റീവാലുവേഷന് 500 രൂപയാണ് ഫീസ് വരിക. ഇനി റീവാലുവേഷന് ശേഷം 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ട് ആയിട്ട് കിട്ടും. 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് 20 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 60ൻ്റെ 10% എന്ന് പറയുന്നത് 6 മാർക്കാണ്. അതായത് 60ൻ്റെ 10% ആണ് കൂടുതൽ ലഭിക്കേണ്ടത്, 6 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 26 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 26-ൽ കൂടുതൽ മാർക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച 500 രൂപ, അതായത് റീവാലുവേഷൻ്റെ ഫീസായിട്ടുള്ള 500 രൂപ നിങ്ങൾക്ക് തിരികെ ഏത് സബ്ജക്റ്റിനാണോ ഈ രീതിയിൽ 10% കൂടിയിട്ടുള്ളത് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒരു 6 മാർക്കല്ല 8 മാർക്കാണ് 10% എന്ന് പറയുന്നത്. റീവാലുവേഷന് മുമ്പ് 20 മാർക്കാണ്, എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 28 മാർക്കോ ഇതിൽ കൂടുതലോ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾ നൽകുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും, റീവാലുവേഷന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ 10% മാർക്ക് കൂടുമോ, അതായത് 10% കൂടുമോ എന്നുള്ളത്. ഒരിക്കലും കൂടുന്നതല്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലുവേഷൻ ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. അതുപോലെ അതിന് കൂടുതൽ മാർക്ക് കിട്ടുന്നതിനോടൊപ്പം 10%-ൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അതായത് ഈ ഒരു 80 മാർക്കിൽ 8 മാർക്കാണ് 10%, 60 മാർക്കിൻ്റെ 6 മാർക്കാണ് 10%. റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 8-6 മാർക്ക് 80-60 മാർക്ക് സബ്ജക്റ്റുകളിൽ കൂടുതൽ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ റീഫണ്ട് കിട്ടും. അതേസമയം നിങ്ങൾക്ക് മാർക്കൊന്നും കൂടിയിട്ടില്ല എങ്കിൽ ഈ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 10% കൂടുതൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 10% മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് കിട്ടുന്നതല്ല. ഇനി എന്താണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയാം. സൂക്ഷ്മ പരിശോധന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലുവേഷൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ വാലുവേഷൻ ചെയ്ത് ഈ ഒരു ആൻസർ ഷീറ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വാലുവേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അതുപോലെ ഇട്ട മാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും ഈ ഒരു വാലുവേഷൻ ചെയ്തതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിന് മാർക്ക് നൽകാൻ വിട്ടുപോയിട്ടുണ്ടോ, മാർക്ക് നൽകിയത് കൂട്ടുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ് ഫീസ് വരിക. ഇനി ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റിൻ്റെ, അതായത് പരീക്ഷയിലെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരും. ഇതിനെയാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ്റ്റഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടാകും, അവരെ കൊണ്ട് വാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ടുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്, അതായത് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവ വേണമെങ്കിലും അപേക്ഷിക്കാം. റീവാലുവേഷന് 500 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ, സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപ എന്നിങ്ങനെയാണ് ഫീസ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നമുക്ക് നോക്കാം. ഈ ഒരു മെയ് 12-നുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് 2025 മാർച്ച് നടന്ന 1-ാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് ഫലം 5/5/2025 തീയതിയിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം റിസൾട്ട്സ്
www.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കായി നിർദ്ദിഷ്ട ഫാറങ്ങളിലുള്ള അപേക്ഷകൾ നിശ്ചിത ഫീസ് സഹിതം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന് 12/5/2025 തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. അതായത് മെയ് 12-ാം തീയതിക്കുള്ളിൽ അപേക്ഷിക്കേണ്ടതാണ്. ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് ഡിമാറ്റിഗ്രാഫ്റ്റ് അതായത് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് ജോയിൻറ്റ് ഡയറക്ടർ എക്സാമിനേഷൻസ് ഹയർ സെക്കൻഡറി വിംഗ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം മുഖാന്തരം അതർ സ്കൂൾ പ്രിൻസിപ്പൽമാർ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. ഗവൺമെൻറ് ഓർ ഹയർ സെക്കൻഡറി അതായത് ഗവൺമെൻറ് ഓർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പുനർമൂല്യനിർണ്ണയ ഫീസ് കൈപ്പറ്റി PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതും സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കായിട്ടുള്ള ഫീസ് ട്രഷറിയിൽ അടയ്ക്കേണ്ടതുമാണ്. ഫോട്ടോകോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷാ ഫീസ് 0202-102-9-03 അതർ റെസിപ്റ്റ്സ് അത് എന്ന് പറയുന്നത് ട്രഷറിയിലെ ഒരു അക്കൗണ്ടിൻ്റെ ഇതാണ്. അപ്പോൾ എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. റീഫണ്ടിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ തുക അനുവദിച്ച് നൽകിയതിനു ശേഷം ബാക്കിയുള്ള തുക ബന്ധപ്പെട്ട ശീർഷകത്തിൽ ട്രഷറിയിൽ അടച്ച് ചലാൻ്റെ പകർപ്പ് ഈ ഒരു ഓഫീസിലേക്ക് അയച്ചു തരേണ്ടതും അസൽ ആഡിറ്റിന് ഹാജരാക്കേണ്ടതുമാണ്. എന്നാൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും പുനർമൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ ട്രഷറികളിൽ ഒടുക്കേണ്ടതാണ്. റീഫണ്ടിന് അർഹരായിട്ടുള്ള അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ അപേക്ഷ, ചലാൻ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം അതത് പ്രിൻസിപ്പൽമാർ മുഖേന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. റീഫണ്ടിന് അർഹരായവരിൽ ഈ ചലാൻ മുഖേന ഫീസ് ഒടുക്കിയവർ ഈ ട്രഷറി വഴി റീഫണ്ട് റിക്വസ്റ്റ് സമർപ്പിച്ചതിന് ശേഷം അനുബന്ധ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫാറങ്ങൾ അതത് സ്കൂളുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ നിന്നും ലഭിക്കുന്നതാണ്. പ്രസ്തുത വിവരങ്ങൾക്ക് പ്രിൻസിപ്പൽമാർ 14/5/2025 തീയതിക്കുള്ളിൽ iExam മുഖേനയുള്ള ലിങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അപേക്ഷകൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നേരിട്ട് സ്വീകരിക്കുന്നതല്ല. ഫീസ് വിവരങ്ങൾ പുനർമൂല്യനിർണ്ണയം അതായത് റീവാലുവേഷന് 500 രൂപ പെർ സബ്ജക്റ്റാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപ പെർ സബ്ജക്റ്റാണ്. ഫോട്ടോകോപ്പിക്ക് 300 രൂപ പെർ സബ്ജക്റ്റാണ്. അതുപോലെ ഹെഡ് ഓഫ് അക്കൗണ്ട് അതായത് ഈ ഒരു ട്രഷറി അക്കൗണ്ടിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റീവാലുവേഷനിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ ഈ ഒരു മാർക്ക് കൂടുതൽ അതായത് 10% മാർക്ക് കൂടുതൽ ലഭിച്ചത് അതിൻ്റെ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. അല്ലാതെ 10% കൂടാതെ മറ്റ് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല എങ്കിൽ റീഫണ്ടിന് അർഹത ഉണ്ടാവില്ല. 10% മാർക്ക് റീവാലുവേഷന് ശേഷം കൂടുതൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് റീഫണ്ടിന് അർഹതയുള്ളത്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതായത് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷന് അപേക്ഷിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.